സമയം ഇപ്പോൾ വൈകിട്ട് 6 മണിയായി. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് എൻ്റെ ഒരു ഈവനിങ് റൂട്ടീനാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഒരു ക്വിക്ക് വ്ലോഗായിട്ട് ഒരു ദിവസം വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മുടെ ഷോപ്പ് മൺഡേ ടു ഫ്രൈഡേ വൈകുന്നേരം 6 മണി വരെയാണുള്ളത് കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങളിൽ ഷോപ്പ് കഴിഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് പോവും, ചിലപ്പോൾ ഹസ്ബൻഡ് വിളിക്കാൻ വരും. അപ്പോൾ ഇന്നതേ ഹസ്ബൻഡും മോളും കൂടി എന്നെ വിളിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്ത് ഇറങ്ങുകയാണ്. അപ്പോൾ ദാ വീട്ടിലെത്തി. ഞാനിപ്പോൾ ലേറ്റായിട്ട് വരുന്നതുകൊണ്ട് വൈകുന്നേരം ഒരു 6:30 ആവും എന്തായാലും ഇവിടെ എത്തുമ്പോൾ. അപ്പോൾ ഹസ്ബൻഡ് നേരത്തെ തന്നെ ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ടുണ്ടാവും. അപ്പോൾ വന്നിട്ട് പിന്നെ ചായ ഇടുന്ന പരിപാടിയില്ല. അപ്പോൾ ഇന്ന് വരുന്ന വഴിക്ക് നമ്മൾ കുറച്ച് സ്നാക്സൊക്കെ മേടിച്ചിട്ട് വന്നു. എല്ലാ ദിവസവും ഇല്ല കേട്ടോ, വല്ലപ്പോഴും ഇതുപോലെ കൊതിയാകുമ്പോൾ എന്തെങ്കിലും മേടിക്കും. അപ്പോൾ ഞാൻ സ്നാക്സൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് കുളിച്ച് റെഡിയായി വിളക്ക് കത്തിക്കാൻ പോവാണ്. ഇന്ന് കുറച്ച് ലേറ്റായി. അപ്പോൾ അടുത്തത് ഇനി ഡിന്നർ റെഡിയാക്കണം. ഇന്ന് ഞാൻ ചപ്പാത്തിയും പനീർ കറിയാണ് പ്ലാൻ ചെയ്തിരുന്നത് കേട്ടോ. പക്ഷേ ചപ്പാത്തി മേടിക്കാൻ മറന്നുപോയി. ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി ഞാൻ സാധാരണ ഇപ്പം വാങ്ങിക്കാറാണ് പതിവ്. ചപ്പാത്തി മാവ് കുഴച്ചുണ്ടാക്കുന്നതൊക്കെ കുറവാണ് കേട്ടോ. മറ്റേതാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇന്ന് ദോശമാവ് ഇരിപ്പുണ്ട്. അപ്പോൾ പനീർ കറിയും ദോശ കൂടെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മട്ടർ പനീറാണ് ഉണ്ടാക്കുന്നത്, ഗ്രീൻ പീസും കൂടെ ചേർത്ത പനീർ കറി. അപ്പോൾ ഒരു 200 ഗ്രാം പനീറിൻ്റെ പാക്കറ്റായിരുന്നു. അത് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത്, അപ്പോൾ ഫ്രീസറിൽ ഇരുന്നുകൊണ്ട് നല്ല ഐസ് പോലെ ഇരിക്കുക. അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെക്കണം, പെട്ടെന്ന് സോഫ്റ്റായി കിട്ടും. ഗ്രീൻ പീസും ഫ്രോസൺ ആണ് കേട്ടോ. അത് ഏകദേശം ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. ഇപ്പം മിക്കവാറും ദിവസങ്ങളിലും ഡിന്നർ ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ പോകുന്നത്. ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചോറും കറികളും ഒക്കെ കൂടുതലുണ്ടെങ്കിൽ അത് തന്നെ കഴിക്കും. അല്ലെങ്കിൽ ഇതുപോലെ ദോശ, അപ്പം എന്തിൻ്റെങ്കിലും മാവിരിപ്പുണ്ടാവും, അതിൻ്റെ കൂടെ പെട്ടെന്നൊരു കറി ഉണ്ടാക്കും. അത്രയൊക്കെ ഉള്ളൂ. എളുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കണം. ഓക്കെ, അപ്പോൾ എല്ലാ സാധനങ്ങളും ദൈവം അരിഞ്ഞെടുക്കുകയാണ്. സവോള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി എല്ലാം. മട്ടർ പനീറൊക്കെ ഉണ്ടാക്കുമ്പം ഇച്ചിരി ബട്ടർ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടറും കുറച്ച് എണ്ണയും കൂടിയാണ് ഒഴിക്കുന്നത്. ബട്ടറിൽ മാത്രം വേണമെങ്കിലും ചെയ്യാം, കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഇതിനകത്ത് കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്കയൊക്കെ ചേർക്കണം. അപ്പോൾ ഒരു 3 ഏലക്ക, 3 ഗ്രാമ്പൂ, പിന്നെ 2 ചെറിയ കഷ്ണം പട്ടയും കൂടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, തോരനൊക്കെ ചേർക്കുന്ന ജീരകവും കൂടി ഇട്ടു. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, 3 മീഡിയം സൈസിലുള്ള സവോളയായിരുന്നു കനം കുറച്ച് അരിഞ്ഞത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചതച്ചല്ലെങ്കിൽ അരിഞ്ഞെടുത്താലും മതി കേട്ടോ. ഏകദേശം ഒരു 2-2.5 ടീസ്പൂണോളം ഇഞ്ചി, വെളുത്തുള്ളി അതും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റി ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ചുവയൊക്കെ മാറി സവോള നന്നായിട്ട് വാടിയാൽ മതി, ഒത്തിരി നിറം ഒന്നും മാറണ്ട. ഇങ്ങനെ ഒന്ന് ആയി കഴിയുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി പൊടികളുടെ ഒരു ചുവയും കൂടി മാറണം. അത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളി, മീഡിയം സൈസിലുള്ള 2 നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ എപ്പോഴും നല്ലത്. അതും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാവേ. ജസ്റ്റ് തക്കാളി നല്ലപോലെ വെന്ത് ഒന്ന് സോഫ്റ്റ് ആവണം. അപ്പോൾ ജസ്റ്റ് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരുപാട് ഗ്രേവി ഒന്നും വേണ്ട. ഇത് നമ്മൾ വെന്തതിന് ശേഷം അരച്ചെടുക്കും. അപ്പോൾ ജസ്റ്റ് തക്കാളി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രമാണ് ഇപ്പോൾ ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആവട്ടെ.
അപ്പോൾ അതേ തക്കാളി ഒന്ന് വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു 5 മിനിറ്റ് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വെക്കാം. നല്ല ചൂടങ്ങ് മാറിയിട്ട് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. നമുക്കത് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചാൽ മതി കേട്ടോ. ഒരുപാട് ലൂസാവരുത്, നല്ല തിക്കായിട്ടുള്ളൊരു പേസ്റ്റായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം മതിയാവും. അതും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ അരയ്ക്കാം. നല്ല സ്മൂത്തായിട്ടുള്ള പേസ്റ്റ് ആയിരിക്കണം കേട്ടോ. നമ്മൾ ഈ പനീർ ബട്ടർ മസാലയ്ക്കൊക്കെ അരയ്ക്കുന്ന പോലെ അത്രയും സ്മൂത്തായിരിക്കണം. നമ്മൾ മസാല ഉണ്ടാക്കിയ പാൻ ഉണ്ടല്ലോ, അതിനകത്തോട്ട് തന്നെ ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിനകത്ത് ഗ്രേവിക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളം ചേർക്കണം. അതിനകത്ത് ഒരുപാട് ലൂസായിട്ടുള്ള ഗ്രേവി ആവരുത്, കാരണം പനീറും ഗ്രീൻ പീസും പെട്ടെന്ന് വേവും. ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ വേവും. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കുറച്ച് നല്ല തിക്കായിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ ഏകദേശം ഒരു 1.5-2 കപ്പോളം വെള്ളം, മാക്സിമം 2 കപ്പ് അത്രേ ഒഴിച്ചിട്ടുള്ളൂ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു. പാകത്തിനുള്ള ഉപ്പും കൂടി ഇടാം. ഇനി ഈ ഗ്രേവി ഒന്ന് ഇതുപോലെ തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പനീറും ഗ്രീൻ പീസും ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പനീർ ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ ഐസൊക്കെ മാറി സോഫ്റ്റ് ആയിക്കോളും കേട്ടോ. ഇതിനകത്ത് നമ്മൾ ഈ ഫ്രോസൺ ഗ്രീൻ പീസാണ് ഏറ്റവും നല്ലത്. അത് ഇല്ലയെന്നുണ്ടെങ്കിൽ പനീർ മാത്രം വെച്ചുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ ഇതിനി ഒരു 5 മിനിറ്റ് ഒന്ന് തിളച്ച് വെന്താൽ മതി. പറഞ്ഞ പോലെ 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് രണ്ടും വേവും. പനീറൊക്കെ പിന്നെ നമ്മൾ കൂടുതൽ സമയം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി സോഫ്റ്റായിട്ട് പൊടിഞ്ഞു തുടങ്ങും. ഓക്കെ, അപ്പോൾ ഒരു കറക്റ്റ് സമയത്ത് തന്നെ എടുക്കണം. അപ്പോൾ ഇത് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ പനീർ കറി 5 മിനിറ്റ് തിളച്ച് കുറച്ചൊന്ന് വറ്റിയിട്ടില്ലേ, കണ്ടോ ഗ്രേവി ഇത്രയും ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് വേണ്ടത് കേട്ടോ. ഓക്കെ, കുറച്ച് നല്ല കുറുകിയ ഗ്രേവി ആയിരിക്കണം. പനീറും ഗ്രീൻ പീസും എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഞാൻ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് ഒരു 1.5 കപ്പോളം പശുവും പാലാണ് കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് പേരും ഉണ്ടാക്കുന്നതായിരിക്കും മസാലക്കറികളിൽ ലാസ്റ്റ് ഇതുപോലെ തേങ്ങാപ്പാലിന് പകരം ആയാലും പശുവും പാൽ ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല തിക്കായിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ഗ്രേവി ആയിരിക്കും. നമ്മൾ കഴിക്കുമ്പോഴായാലും ഒട്ടും തന്നെ ആ പാലിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയാൻ പറ്റില്ല. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കിയ നല്ല ക്രീമി ആയിട്ടുള്ളൊരു കറിയുടെ ടേസ്റ്റ് ആയിരിക്കും. ഉരുളക്കിഴങ്ങ് കറി, വെജിറ്റബിൾ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കുമ്പോഴും ഞാൻ ഇതുപോലെ പശുവും പാൽ ചേർക്കാറുണ്ട് ലാസ്റ്റ്. ഓക്കെ, ഇനി ഒരല്പം പഞ്ചസാരയും കൂടി ഈ കറിയിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ അത്രയും മതി. ഒന്ന് ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടും. പിന്നെ ഞാൻ ഇതിനകത്ത് ഒഴിച്ചത് തിളപ്പിച്ച പശുവും പാലായിരുന്നേ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ കറി ഒന്നും കൂടി തിളപ്പിക്കാതിരുന്നത്. നിങ്ങൾ പച്ചപ്പാലാണ് ഒഴിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് കറി തിളപ്പിച്ചിട്ട് വേണം സ്റ്റൗ ഓഫ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മട്ടർ പനീർ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ഒരു ഇച്ചിരി മല്ലിയിലയും കൂടി ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഞാനിന്നിപ്പോൾ ദോശയുടെ കൂടെയാണ് കഴിക്കാൻ പോകുന്നതെങ്കിലും ചപ്പാത്തിക്കൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ നമുക്ക് ഡിന്നർ കഴിക്കാനുള്ള സമയമായി. ഇതുപോലെ കുറച്ച് സമയം ഒരു 5 മിനിറ്റ് ഒന്ന് ഇരുന്ന് കഴിയുമ്പോൾ കറി കുറച്ചും കൂടെ നല്ല കുറുകി ഈ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ ഡിന്നർ കഴിഞ്ഞുള്ള ചെറിയ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. ലിവിങ് റൂം ഒന്ന് ക്ലീനപ്പ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യാനേ ഉള്ളൂ, ഒന്ന് അടുക്കി പറക്കി വെക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അകത്ത് വയ്ക്കുന്ന ചെടി ഞാനൊരു 1-2 ദിവസമായിട്ട് കുറച്ച് സൺലൈറ്റൊക്കെ കിട്ടാൻ വേണ്ടി വെളിയിലെടുത്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതിനെ വീണ്ടും ലിവിങ് റൂമിൽ എടുത്തു വെച്ചു. പിന്നെ അതേ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ക്ലീനപ്പും ചെയ്തിട്ടു.
ഇനി കുറച്ച് നേരം മോളുടെ കൂടെയുള്ള റീഡിങ് ടൈമാണ്. മോളുടെ സ്കൂളിൽ നിന്ന് അങ്ങനെ അധികം ഹോം വർക്ക്സ് ഒന്നും കൊടുത്തു വിടാറില്ല. ഞാൻ നേരത്തെ വ്ളോഗുകളിൽ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് എല്ലാ ദിവസവും ഇതുപോലെ ബുക്ക് റീഡ് ചെയ്യിക്കും. അത് മാത്രമേ ചെയ്യാറുള്ളൂ മിക്കവാറും. അപ്പോൾ ഇനി എല്ലാവരും കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഗുഡ് നൈറ്റ്. അപ്പോൾ ഇനിയാണ് എൻ്റെ വീഡിയോ എഡിറ്റിംഗ് ജോലികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മിക്കവാറും ദിവസം ഇങ്ങനെയാണ് കേട്ടോ. എല്ലാവരും ഉറങ്ങിയതിന് ശേഷമാണ് ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ എനിക്ക് വേറെ ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ സമാധാനമായിട്ടിരുന്ന് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് തീരുകയും ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഡിസ്റ്റർബൻസ് ഒക്കെ വരും, കുറേ ടൈം എടുക്കും. അപ്പോൾ ഞാൻ മിക്കവാറും രാത്രി തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മിക്കവാറും ദിവസങ്ങളിലെയും എൻ്റെ ഒരു റൂട്ടീൻ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.